ആദിലയും നെവിനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ആദില പറയുന്നുണ്ട്, ഇപ്രാവശ്യം വൻ ടൈറ്റാ മുമ്പത്തേക്കാളിലും. നൂറ പോവുമായിരിക്കുമെന്ന് ആദില പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ ചോദിക്കുകയാണ്, ഞാനാണെങ്കിലോ? എന്തും സംഭവിക്കാം. ലക്ഷ്മിയുണ്ട്, ഞാനുണ്ട്, ആര്യനുണ്ട്. ലക്ഷ്മി പോവില്ല, PR ഉണ്ടെന്ന് ആദില പറയുന്നുണ്ട്. നൂറ പോകാൻ സാധ്യതയുണ്ട്. 2 എവിക്ഷൻ അല്ലേന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, അറിയാൻ പാടില്ല 2 എവിക്ഷൻ ആണോ 1 എവിക്ഷൻ ആണോ എന്ന്. ഇനി വരുന്ന ആഴ്ചകളിൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ 2 എവിക്ഷൻ ഉണ്ടാവും. ഈ പ്രാവശ്യം ഒരാളാണെങ്കിലോ? ഇനി 4 ആഴ്ചയല്ലേ ഇതും കൂടെ കൂട്ടിയിട്ടെന്ന് ആതിര ചോദിക്കുന്നുണ്ട്. 5 പേരുണ്ട് എവിക്ഷന്. ഈ എവിക്ഷന് 2 പേര് പോയാൽ ബാക്കി 3 പേരുണ്ട്. നന്നായിട്ട് ഗെയിം കളിക്കുക, അത്ര തന്നെന്ന് നെവിൻ പറയുന്നുണ്ട്. എൻ്റെ ഡയമണ്ട് നെക്ലസ് എന്ന് നെവിൻ പറയുന്നു. ആര്യം കുറച്ച് മുമ്പേ ബാത്റൂമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ സമയത്താണ് വന്ന് അന്വേഷിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി, സോറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് ആദില നെവിനോട് പറയുന്നു. എല്ലാവരും കപ്പിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് നെവിൻ പറയുന്നുണ്ട്. അല്ലാതെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്. എനിക്ക് അനുമോളുടെ ആ ഒരു നോമിനേഷൻ വളരെ ചീപ്പായിട്ട് തോന്നി. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് ആദിലയും പറയുന്നു. വെറും ഡേട്ടി ചീപ്പായിപ്പോയെന്ന് നെവിൻ പറയുന്നുണ്ട്. അതും ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞത് അത് വേണ്ടായിരുന്നൊന്നും തോന്നി എന്ന് നെവിൻ പറയുന്നു. ഓരോന്ന് വരുമ്പോഴാണല്ലോ നമ്മളെല്ലാം പഠിക്കുന്നത്. അനുമോളെ കൂടുതൽ വിശ്വസിക്കരുതെന്ന് ഞാൻ പഠിച്ചു. അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നിനക്ക് തോന്നിയോ? അന്നേരം ആതിര പറയുന്നു, ഇല്ല. നൂറയ്ക്കും തോന്നിയിട്ടില്ലെന്ന് നെവിൻ. അവൾക്ക് വേറെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? അതുപോലെ എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, നിനക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെന്ന് ആതില പറയുന്നു. ഇതുവരെ ഞാൻ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ടെല്ലാം വിട്ട് കളഞ്ഞത്, പക്ഷേ ഇത് ഒരു ഭയങ്കര ഡേട്ടിയായി. ഒരു കാരണവും ഇല്ലാതെ അങ്ങോട്ടേക്ക് എടുത്തിട്ട പോലെ തോന്നി. അക്ബറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അക്ബറിനെ നോമിനേറ്റ് ചെയ്തതെന്ന് നെവിൻ പറയുന്നുണ്ട്. ആര്യനും അക്ബറും സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. അവരെ 2 പേരെയും നോമിനേഷനിൽ ഇടാനേ ഞാൻ നോക്കുകയുള്ളൂ എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അനുമോൾ പറഞ്ഞെന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്നൊരു വ്യക്തിയല്ല. അനുമോളുടെ ഒരു ചീപ്പസ്റ്റ് മുഖം അവിടെ കാണിച്ചെന്ന് നെവിൻ പറയുന്നുണ്ട്. ഞാൻ അവളുടെ സ്വകാര്യത്തിൽ പറഞ്ഞായിരുന്നെങ്കിൽ വാല്യുണ്ട്, പക്ഷെ അത് മോശമാണെന്ന് ആദില പറയുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോട്ട് അങ്ങോട്ടേക്ക് ആർമാദിക്കാൻ പാടില്ലായിരുന്നു, അന്നേരം അവൾ പറയണമായിരുന്നു. അടുത്ത ആഴ്ച ഞാനിവിടെ ഉണ്ടെങ്കിൽ, ഞാൻ ഇനി ഇവിടെ ഉള്ളിടത്തോളം കാലം അനുമോളെ ഞാൻ പച്ചവെള്ളത്തിൽ വിശ്വസിക്കത്തില്ലെന്ന് നെവിൻ പറയുന്നു.